പരിശുദ്ധിയാത്മാവ് നമ്മുടെ മുമ്പിലേക്ക് നിയോഗങ്ങൾക്കായി സ്തോത്രം ചെയ്തു. ശുശ്രൂഷയിൽ കിടക്കുന്നതിന് മുമ്പായി രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എനിക്ക് വളരെ ദീർഘനാളുകളായിട്ടുള്ളൊരു ദർശനമാണ്. സഭകളുടെ ദേശങ്ങളുടെ, പ്രത്യേകിച്ച് സഭകളുടെ ദൈവമക്കളുടെ ഉണർവിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞ് മീറ്റിംഗുകൾ നടത്തണമെന്നുള്ള ഒരു ആലോചന കർത്താവിലേക്ക് തന്നു. അഭിഷേകത്തിന്റെ ദിനം അല്ലെങ്കിൽ ഡേ ഓഫ് അനോയിന്റിംഗ് എന്ന ഒരു പേര് കർത്താവിലേക്ക് തന്നു. അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഈ സഭയും അതിനു വേണ്ടിയിട്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിയ കർത്താവിന്റെ ദാസൻ, എന്റെ ജ്യേഷ്ഠതുല്യം, ഞാൻ സ്നേഹിക്കുകയും ഒരു സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെടുന്ന പ്രിയ ജോയ് പാസ്റ്റർ, അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഈ സഭയിൽ തുറന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു നന്ദി വാചകത്തിന്റെയോ ഒരു ഫോർമാലിറ്റിയുടെയോ യാതൊരു ആവശ്യമില്ല. പിന്നെ കേട്ടും അറിഞ്ഞുമോ കേട്ടും ഓടി വന്ന എന്റെ പ്രിയപ്പെട്ടവരാണ് പ്രിയ മോനിയാന്റി, അദ്ദേഹത്തിൻ്റെ പ്രിയ ആന്റിയോടെ വന്ന പ്രിയ ആന്റി, പ്രിയ ആശ്രമച്ചാൻ ഓടി വന്നു, മനുഷ്യാരും രമ്യസുസും വന്ന് പ്രിയ ആന്റി വന്നു. അവൻ അതുപോലെ പ്രിയ അച്ചായനെ കണ്ടതിൽ സന്തോഷം. സൈജാൻ കുടുംബമായിട്ട് ഓടി വന്നു. അവയെ സ്തോത്രം ചെയ്യുന്നു. എന്റെ മാതാവ് എന്റെ കൂടെയുണ്ട്. അവയെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഒരു മാനുഷികമായ ഒന്നുമല്ല, ഒരു പുരുഷായുസ് കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി മാറ്റിവെച്ച ഒരു ദർശനത്തിന്റെ ഭാഗമാണിത്. അവയെ സ്തോത്രം. പ്രത്യേകിച്ച് പ്രസനെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പ്രസനെ വർഷം പേടിയില്ലാതെ കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു കെമിസ്ട്രി, ഒരു സ്പിരിച്വൽ കെമിസ്ട്രി ഉണ്ട്. അത് കണ്ട നാൾ മുതൽ അവൻ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ബന്ധം സ്പിരിറ്റിൽ കിടപ്പുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ എപ്പോഴും കാണുമ്പോൾ വിളിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം വിളിക്കാറേ ഇല്ല. ഞാനാണ് പിന്നെയും തപ്പിപ്പിടിച്ചൊക്കെ എത്തിയതൊക്കെ വിളിക്കുന്നത്. അവർ സൗഹൃദം എന്റെ അനിയത്തെ പ്രായമുള്ളതുകൊണ്ടോ നന്ദിയെന്നൊക്കെ കർത്താവിന്റെ ദാസിന്റെ കാര്യമാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് അങ്കമാലി കമ്മിറ്റഡായിട്ടുള്ള മീറ്റിംഗ് ഇദ്ദേഹത്തിനുള്ളതാണ്. എങ്കിൽ സമയം കണ്ടെത്തി ഞാൻ പറഞ്ഞു പോലെ ഇടയ്ക്ക് വേണമെങ്കിൽ പൊക്കോ വർഷം ചെയ്തിട്ട് പോകില്ല, പക്ഷേ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. വളരെ സന്തോഷം. അവനെ നാളെ കമ്മിറ്റഡായിട്ട് ഇത്തരത്തിൽ അംഗമാരി ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവത്തെ ഓർത്ത് ഞാൻ ഇവരെ സ്തുതിക്കുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഡേ ഓഫ് അനോയിന്റിംഗിന്റെ ഒരു മീറ്റിംഗ് പല സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമേ, കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നാസിക്കിൽ ഒരു മീറ്റിംഗ്, അവിടുത്തെ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ദൈവം കൃപ തന്നു. കഴിഞ്ഞ 4-ാം തീയതി അല്ലേ? ഇന്ന് 8-ാം തീയതി ഫെബ്രുവരി ആയപ്പോഴത്തേന് ഈ ചർച്ചില് ഇതൊന്നൊരു പ്ലാൻ ചെയ്തതല്ല, ഇങ്ങനെ നടത്തണമെന്ന പ്ലാനല്ല. അടുത്ത മാസം കർത്താവ് അനുവദിക്കുന്നിടത്ത് നടത്തും. നിങ്ങളുടെ ദേശത്തോ നിങ്ങളുടെ ഭവനത്തിലോ ഒരു ഉണർവ് നിങ്ങൾക്ക് നടത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അവയെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഇതുപോലെ വരാം. അവരിതെല്ലാം ഞങ്ങളുടെ വിവിധ ദൈവദാസന്മാരെ സഹോദരങ്ങളുടെയൊക്കെ അവൻ ഒരുമിച്ചുള്ള കൂട്ടായ്മ, അവരെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതാണ്. അവയെ സ്തോത്രം ചെയ്യുന്നു. അവൻ നിങ്ങൾക്ക് ഒരു ഉണർവിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് അവയെ സ്തോത്രം ചെയ്യുന്നത്. ഈ മീറ്റിംഗുകൾ ക്രമീകരിക്കുന്നത് അവയെ സ്തോത്രം ചെയ്യുന്നത്. എല്ലാവരും ഇതിന്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട്. ഒത്തിരി പേരുടെ കഷ്ടപ്പാടും അധ്വാനങ്ങളുണ്ട്. സൈന്യാനൊക്കെ രാവിലെ പ്രഭാതത്തില് ഇറങ്ങിയതാണ്. അവൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് സൈന്യാൻ എന്നെ ഫോൺ വിളിച്ച് ഭാഷ ഞാൻ പ്രാർത്ഥനയുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവർ വളരെ ഉത്സാഹത്തോടെ നിൽക്കുന്നതിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ഭാവിയ പരിശുദ്ധിയാത്മ സാന്നിധ്യത്തിലേക്ക് ഇന്ന് പകലിൽ നമുക്ക് നമ്മൾ പറയുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മളും പരിശുദ്ധിയാത്മാവ് തമ്മിലുള്ള കൂട്ടായ്മയാണ്. നമ്മളും ഏതെങ്കിലും വ്യക്തികളും തമ്മിലുള്ള കൂട്ടായ്മയല്ല, നമ്മൾ പരിശുദ്ധിയാത്മാവ് തമ്മിലുള്ള കൂട്ടായ്മയാണ്. പരിശുദ്ധിയാത്മാവായിട്ടുള്ള കൂട്ടായ്മയിൽ ഇങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യും? ശക്തി ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശക്തി പകരുവാൻ അവൻ യേശുവിൽ ഇരുന്ന് യേശുവിന്റെ കൂടെ നടന്ന് യേശുവിൽ ഇരുന്ന് പ്രവർത്തിച്ച അതേ ദൈവശക്തി അവനെ നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അകത്ത പരിശുദ്ധിയാത്മാവ് അവൻ നമ്മളെ ഏതെങ്കിലും ഓടറിയല്ല, നമ്മളെ ഏതെങ്കിലും മനുഷ്യനെ പോലെ ഉത്തരവില്ലാത്ത കുറെ പ്രതിസന്ധികളുടെ മുമ്പിൽ അവൻ ഒറ്റപ്പെട്ടു പോയി അവൻ അങ്ങനെ നിൽക്കുന്ന ആളുകളല്ല. നമുക്ക് നമ്മുടെ അഭിഷേകത്തിന്റെ അകത്ത് ചില മറുപടികളുണ്ട്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ ചില മറുപടികളുണ്ട്. ഇന്ന് പകലിൽ അവൻ
സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ അവയെ നമുക്ക് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. അതിനുപരി കർത്താവേ, നീ എന്നെ ഒന്ന് തൊടണമേ. ഇന്ന് നമ്മുടെ വായുകൾ തുറന്ന് എവിടെയൊക്കെയോ പറയാൻ മടിക്കുന്ന അന്വേഷണമില്ലേ, നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ടിനോടെ നിൽക്കുകയാണ്. ഇത് കാത്തിരുന്ന് പ്രാപിച്ചതാണ് 120 പേര്. ഒരു പരിപാടിക്കും പോകാതെ, വേറെ ഒരു സംഗതികൾക്കും പോകാതെ ഏകദേശം 10 ദിവസം അടുപ്പിച്ചുള്ള സമയങ്ങളിൽ അവൻ സ്തോത്രം ചെയ്ത് അവര് കുടുംബമായിട്ട് വന്നിരുന്ന 120 പേർ അവൻ പ്രാപിച്ചിരുന്ന ഭാഷയുടെ അകത്ത് അവന്റെ ആത്മമണ്ഡലങ്ങളെ വിഷയത്തിന്റെ അകത്ത് തുറന്നതുപോലെ നിങ്ങളെ പറഞ്ഞിരിക്കുന്ന ദൈവശക്തിയുടെ ആത്മമണ്ഡലങ്ങളെ നിങ്ങൾ ആധാരങ്ങളെ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകലിൽ വായുകളെ തുറന്ന് ആത്മമണ്ഡലങ്ങൾ അവരെ തുറക്കത്തക്ക രീതിയിൽ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ആത്മമണ്ഡലങ്ങൾ നിന്റെ സാഹചര്യങ്ങളെ വായുകൾ തുറന്നു വരത്തക്ക രീതിയിൽ വായുകളെ തുറന്ന് ഇവിടെ ഈ കൂട്ടായ്മയിൽ അഭിഷേകത്തിൽ ആരാധിക്കുന്നതിന് വിലക്കില്ല. ഈ കൂട്ടായ്മയിൽ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന്, അവൻ കൈയടിച്ച് ആരാധിക്കുന്നതിന്, അന്യ ഭാഷയിൽ ആരാധിക്കുന്നതിന് ഈ കൂട്ടായ്മ തടസ്സമില്ല. ഇവിടെ തടസ്സമുണ്ടെങ്കിൽ, ഇവിടെ ഈ കൂട്ടായ്മയിൽ എന്തൊരു വിഷയമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാതിരുന്നാലേ നമുക്കിന്റെ വിഷമം വരും. ആത്മാവിൽ തുറന്നാട്ടെ. യേശു വ്യക്തമായ ഒരു ദൈവിക ആലോചന പരിശുദ്ധിയാവുന്നതിന് മേൽ കൊണ്ടുണ്ട്. ഇന്ന് പകരം നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കറിയാം ചില പുതിയ നിയോഗങ്ങൾ, അവൻ ചില പീരീഡിലും നിന്റെ മിനിസ്ട്രിയിലും നിന്റെ ആത്മമണ്ഡലത്തിലും നിന്നെ അവൻ ഓടിക്കുന്ന ഒരു തുറവിയുടെ നിങ്ങളിൽ ഊറേറ്റെടുക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന കസാറയിൽ ഊറേറ്റെടുക്കും. ബാക്കി പറയാം, നിങ്ങളുടെ കസാറയിൽ ഊറേറ്റെടുത്താൽ നിങ്ങൾക്ക് പിന്നെ കസാറ ഇരിക്കാൻ പറ്റത്തില്ല. ആ കസാറിൽ നിനക്ക് ഇരിക്കാൻ പറ്റില്ല. ആ കസാറ അവൻ നിന്റെ അവരുടെ ജോലിക്കും അവൻ പരിശുദ്ധിയാവുന്ന ശക്തി എവിടെ ആര് വ്യാപരിച്ചിട്ടുണ്ടോ യേശുവിന്റെ നാമത്തിൽ ശാഖനെ ഇന്ന് പകലിൽ കഥാവെ അവൻ ഞാൻ കാത്തിരിക്കുന്ന അവൻ ഒരു ആത്മമണ്ഡലത്തിൽ തുറക്കണമേ. ഞാൻ കാത്തിരിക്കുന്ന ഒരു ആത്മിക ശുശ്രൂഷ എന്നിൽ തുറക്കണമേ. എന്ന് പകലിൽ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തവരെ വരണ്ടു കിടക്കുന്ന ചില ആത്മമണ്ഡലങ്ങളിൽ പരിശുദ്ധിയാത്മാവിന്റെ ശക്തി എന്റെ മേലും, എന്റെ കുടുംബത്തിന്റെ മേലും, എന്റെ ശുശ്രൂഷയുടെ മേലും, എന്റെ വാഗ്ദത്തത്തിന് മേലും അവൻ അതിനെ നടപ്പിലാക്കുന്ന ദൈവശക്തി ഇന്ന് പകലിൽ അവൻ ഞാൻ അതിനെ അടുത്ത മേഖലകളെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു കാര്യം പറയും, എത്ര വരണ്ട കാലാവസ്ഥയ്ക്കിടക്കൂന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇന്ന് ചില കവിഞ്ഞൊഴുക്കുകൾ ഇതിന്റെ അർത്ഥം നിങ്ങളുടെ മേൽ വെളിപ്പെടും. നിങ്ങൾ അത്ര ഡ്രൈ ആയി കിടന്ന അനുഭവം ഉണ്ടാകുന്നതാണ് ഈ മീറ്റിംഗിനകത്ത് കഴിയാനും. ഇന്ന് പിന്മഴയുടെ ഒരു ആത്മമണ്ഡലം പരിശുദ്ധിയാണെന്ന് നിങ്ങളുടെ മേൽ ചോദിക്കും. അവനൊരു കവിഞ്ഞൊഴുകുന്ന നദി ഇത് നിങ്ങളുടെ ചില ഡ്രൈനസ്സുകളെ മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിലൂടെ കിടക്കുന്ന എല്ലാ വരൾച്ചകളും അറിയാല്ലേ, ഒരു കൃഷിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വരണ്ട് പൊട്ടി കിടക്കുന്നവർക്കൊന്നും ഒരു കൃഷി ഇറക്കാൻ പറ്റത്തില്ല, ഒരു വീട്ടിൽ ഇറക്കാൻ പറ്റത്തില്ല, അല്ലേ? പറ്റുമോ? പറ്റത്തില്ല. ആദ്യമുള്ളവരും ചെയ്യുന്നില്ല. എന്തോ ചെയ്യും? അവിടെ വെള്ളം കയറ്റി അതിനെ പണം കൊടുത്തു. ചില ഡ്രൈവേഴ്സുകൾ ഉണ്ടാകും, എനിക്കറിയാം. അപ്പൊ എനിക്ക് അതിന് ഒരു വിഷയം നമ്മുടെ ശുശ്രൂഷ ചിലർ പറയും, ഓ ഭയങ്കര ഡ്രൈ ആണ്, ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല. നോ പ്രോബ്ലം. ഇതിനെ പൊട്ടിക്കുന്നത് കൂടെയാണ് നമ്മുടെ ശുശ്രൂഷ. ഇതിനെ നനച്ച് അടുത്ത വിത്തലാക്കി അവൻ വിതയ്ക്കുന്നവൻ അതിനകത്തുള്ള
ഒരു സമയം ഒരു മിനിറ്റേക്കൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് കരമെടുത്തു കാരണം നിങ്ങളിലുള്ള ആ ഒഴുക്ക് അവർ വെളിപ്പെടട്ടെ. നിങ്ങളിലുള്ള ആ ഒഴുക്ക് അവരിലൊന്ന് വെളിപ്പെടട്ടെ. അന്യഭാഷകളിൽ നിന്ന് പ്രാർത്ഥിക്കാത്ത നിങ്ങൾ അടുത്തിരിക്കുന്ന അന്യഭാഷ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ചെടിയിലെന്ന് പറയണം. ചൂടാകുന്ന യേശുവിന്റെ നാമത്തിൽ ദാഹത്തോടെ ദൂരത്തിൽ നിന്നും ചാരത്തിൽ നിന്നും വളരെ വിലവെടുത്ത് കർത്താവെ ഓടി വന്ന അങ്ങയുടെ ജനത്തെ ഞാൻ ആത്മാവിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് അവരുടെ വരൾച്ചകളെ മാറ്റി അവരുടെ നിയോഗങ്ങളെ വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കപ്പെട്ട് വാഴ്ത്തങ്ങളെ പ്രാപിച്ചു മുന്നേറുക. ദൈവത്തിന്റെ ആത്മാവെ നീ അവരെ തുടരണമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അവർ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്ത ഏതെങ്കിലും അനുഭവങ്ങളിൽ നിന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ആത്മാവരെ സാന്നിധ്യത്താൽ തുടരണമേ. ഞാൻ അങ്ങയുടെ ദാസൻ നീ തന്നിരിക്കുന്ന നിയോഗത്തിനകത്ത് വളരെ ആവശ്യഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആ ദൈവശക്തിയെ ഒന്ന് രുചിച്ചറിയത്തക്ക രീതിയിൽ അതിനെ പ്രാപിച്ച് മുമ്പോട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചു മുന്നേറുന്നു. ദൈവജനത്തെ കർത്താവ് ഉപയോഗിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ അവൻ കർത്താവിൽ എല്ലാവരും സഹായിക്കട്ടെ. ഒരു കാര്യം മുഖവരിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പുതിയ ചില തുടക്കങ്ങളുടെ ദിവസം. വെറുതെ ഒരു പ്രസംഗത്തിന്റെ ഭംഗിക്ക് പറയുകയല്ല. ഈ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവം എനിക്ക് തന്ന എന്റെ ഈ ചെറിയ പ്രായത്തിൽ തന്ന നിയോഗത്തിന്റെ അകത്ത് ഞാൻ പറയുകയാണ്. എനിക്ക് എന്റെ മേൽ കിടക്കുന്ന ശുശ്രൂഷയുടെ കോളിംഗ് എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. ഇന്ന് ചില പുതിയ തുടക്കങ്ങൾ, ചില മേജറായിട്ടുള്ള തുടക്കങ്ങൾ നിന്റെ ബ്ലാങ്കറ്റ് വീടുകളെ മാറ്റി അവൻ നിന്റെ ഒരു ബ്ലാങ്കറ്റ് മാറ്റി അവൻ നിന്റെ ദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കും അവൻ ദൈവത്തിന്റെ അഭിഷേകത്തിന് ശുശ്രൂഷയുമായി പുറപ്പെടുന്ന രീതിയിൽ ചില തുടക്കങ്ങൾ പരിശുദ്ധ ആത്മാവിന്റെ പകലിൽ ഇതിന്റെ നടുവിൽ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ തുടക്കം. ഞാനൊരു കാര്യം പറയാം. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ചില ബ്രാക്കറ്റ് പീരീഡിന്റെ കാലാവധികളെ പൊളിച്ചുകൊണ്ടുള്ള ചില ദൈവ നിയോഗങ്ങൾ നിന്റെ മേൽ തുറന്നു ദൈവം. ഇന്ന് പകലിൽ കർത്താവ് എന്നോട് വളരെ പ്രവചനാത്മകമായി പറയുന്നു. ഇന്ന് പകലിൽ അവനെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്നു. ദൂരായിട്ട് ഞാൻ പറയുന്നു, നിന്റെ പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് അവരെ നീ കേട്ട ദൂരങ്ങളിലേക്കും പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിന്റെ അകത്ത് അവൻ ഓരോരുത്തരുമില്ല നിനക്കിരിക്കുവാൻ കഴിയാത്ത
കാണിക്കുന്നു. അടുത്ത നിയോഗങ്ങൾ, അടുത്ത സാഹചര്യങ്ങൾ, അവരുടെ ദൈവിക ശുശ്രൂഷയുടെ തുടക്കങ്ങൾ, ചില ക്രമീകരണങ്ങൾ, ചില അപ്പോസ്തോലിക മേഖലകളിൽ ഒരു അപ്പോസ്തോലിക അങ്ങനെ പേരുമായി ബന്ധപ്പെട്ട ചില ശുശ്രൂഷകൾ പരിശുദ്ധിയാവ തുറക്കാൻ പോവുകയാണ്. മുമ്പോട്ട് വരാമോ യേശുവിന്റെ നാമത്തിൽ. ഈ പറഞ്ഞ കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്ഷൻ നിലവിലുണ്ടോ? അവിടെയാണ് ഇദ്ദേഹം കൊട്ടാരക്കര എൽഷദായി ചർച്ചിലാണ് പോകുന്നത്. അവയെ സ്തോത്രം ചെയ്തു. അവിടുത്തെ ശുശ്രൂഷകനാണ്. അവിടെ പോകുന്നത് അവരുടെ മെമ്പറാണ്. എറണാകുളം മെമ്പറാണ്. എൽഷദായി കൊട്ടാരക്കര അതുമായിട്ട് കണക്ഷനാണ്. കർത്താവിന് രക്കത്തില്ല. കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര കർത്താവ് പട്ടണത്തിന്റെ ഹൃദയം ജയിക്കാൻ പോകാം. ആ പട്ടണത്തിന്റെ അകത്ത് വേർതിരിച്ച് ചിലത് ഇന്ന് പരിശുദ്ധമായി പറഞ്ഞിരിക്കുന്നത് 13-ാം പ്രവൃത്തി 13-ാം അധ്യായത്തിലെ വേർതിരിക്കുന്ന ആ വ്യക്തികളാണ് പരിശുദ്ധമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവാനുഗ്രഹിക്കും. ആ കർത്താവിന് ഒരു നല്ല ഞാൻ പറയാം. എനിക്ക് ഒരാൾ ശുശ്രൂഷയുടെ നിയോഗങ്ങൾ പ്രാപിക്കുകയും അറിയുകയും ചെയ്തതിന് അത്രയും സന്തോഷം. ഞാൻ ഈ പ്രാവശ്യം മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. വിശാചകന്റെ കൈന്റെ കളിയാണ്. ഞാൻ ട്രെയിനിലൊക്കെ തിരിച്ചിട്ടുണ്ട്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇതിനകത്ത് ഒരു സന്തോഷം തോന്നുന്നില്ല. ഇതൊക്കെ നടക്കുന്നുള്ളൂ. നല്ലതാണോ പറഞ്ഞു. അതിന് ചെയ്യണമെന്നല്ല. പക്ഷെങ്കിൽ അവൻ അടുത്തൊരു പൗലോസ് എഴുന്നേറ്റ്, അടുത്തൊരു ഭർണബാസ് എഴുന്നേറ്റ് പട്ടണങ്ങളിലേക്ക് ശബരിയിലേക്ക് പോകുന്നത് അവൻ നിയോഗത്തിന്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന ജനത്തിനെ അവൻ പരിശുദ്ധിയാണെന്ന് തോന്നുന്നു. ഞാൻ ഈ വചനം വായിക്കുന്നതിനുള്ള ദൈവം അത്ഭുതം വെളിപ്പെടുത്തി സന്തോഷമുണ്ട്. വായിക്കാം. അപ്പോസ്തലർ പറഞ്ഞ 13-ാം അധ്യായം അവൻ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 13-ാം അധ്യായത്തിന്റെ 1-2 അവൻ സ്തോത്രം ചെയ്യുന്നു. 1-2-3 വാക്യങ്ങൾ 3-4 വരെ വായിച്ചാണ്. 1 മുതൽ 4 വരെ. മതി. അവനെ സ്തോത്രം ചെയ്യുന്നു. അവൻ പ്രാർത്ഥിച്ചു ഉപസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ്. ഹലോ, ഈ ബർന്നബാസും ശീലാസും ബർന്നബാസും ശൗലും അതായത് പൗലോസും ഏകദേശം 10-14 വർഷമെങ്കിലും ആയിട്ട് ഈ സഭയ്ക്കകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ കൃപാവര ശുശ്രൂഷയ്ക്കകത്ത് ഒരു പോകാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ശുശ്രൂഷകന്മാർക്കുള്ള ഭൂതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ വന്നതായോന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കുള്ള തരും. പലരുടെ മനസ്സിങ്ങനെ ഉള്ളത് ആദ്യമേ അങ്ങ് അടക്കി വരും. ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല. സത്യം വളരെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും കിട്ടാനില്ലെന്ന് പറഞ്ഞിട്ട് ഈ ആത്മാവ് സംസാരിക്കാനുള്ള ഡോറുകൾ ആദ്യമേ അടയ്ക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ തൊടും. പിന്നെ കരുതയെ തപ്പിപ്പോയി അത് എവിടാന്നുള്ള ആലോചന കേൾക്കാൻ വരുന്ന പലരുമാണ് രാജാവാകാനുള്ള ദൂരം കേട്ട് അവരും പറയുന്നു. അങ്ങനെയുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിന്റെ അകത്തുനിന്ന് പരിശുദ്ധിയാകുമ്പോൾ നിങ്ങളോട് തൊടും, നിങ്ങളോട് സംസാരിക്കും. ഇവിടെ പരിശുദ്ധിയാകുമ്പോൾ പറയും, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എത്തുകയാണ്. അപ്പൊ ഇത്രയും നാളും ഒരു നിയോഗത്തിന്റെ അകത്ത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു മേജർ കോളിംഗിന്റെ അകത്ത് പോയി അല്ല പോയിക്കൊണ്ടിരുന്നത്. അവർ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ ഏൽപ്പിച്ച ദൈവിക ശുശ്രൂഷയിൽ ദൈവസഭയിൽ അവർ വിശ്വസ്തരായിരുന്നു. പക്ഷെ പരിശുദ്ധമായി ഞാൻ വിളിച്ചിരിക്കുന്ന വേലയുണ്ട്. ആ പൗലോസേ, ബർന്നബാസേ, നിന്റെ പ്രായത്തിന്റെ വീടുകളെ അവൻ മാറ്റിക്കൊണ്ട് ഒരു അപ്പോസ്തലിക ശുശ്രൂഷ അന്യോന്യം
അവസരത്തിന്റെ കിട്ടത്തില്ല, ഭയങ്കര പണം നോക്കിയാൽ കിട്ടില്ല. ഇന്നലേക്ക് നോക്കി കിട്ടിയില്ല. എന്നോട് ദൈവാത്മാവ് നിന്നോട് പറയാൻ അറിയിച്ചോ ആരും എടാ ആർക്കും അറിയത്തില്ലേ നിന്റെ മേൽ കിടക്കുന്ന ഉള്ളിൽ എന്താണെന്ന് അറിയാവുന്ന ഒരുത്തന്റെ പുറത്തുകൊണ്ട് നിന്റെ കൂട്ടത്തിൽ നിന്ന് ആരാധിക്കുന്നവരും നിന്റെ കൂട്ടത്തിൽ നടക്കുന്നവരും അറിയാൻ വയ്യാത്ത വിയോഗങ്ങൾ നിന്റെ പേർ ചൊല്ലി അതിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുകയും നിന്റെ മേൽ അഭിഷേകം അതിലേക്ക് നിന്നെ ഐക്യം ചെയ്ത പരിശുദ്ധമാണെന്ന് പറഞ്ഞ് സഭയോട് ദൈവത്തിനോട് പറയുകയാണ്. നിന്നെ അറിയാവുന്ന നിന്റെ വിളിയെ അറിയാവുന്ന നിന്റെ വിയോഗത്തെ അറിയാവുന്ന ഒരു തന്റെ പകലിൽ നിന്നെ തൊടും. വേറെ ആർക്കും അറിയത്തില്ലല്ലോ പരിശുദ്ധാത്മാവിൽ നിന്നെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവൻ പദ്ധതിയിട്ടുണ്ട്. നീ ഏത് ഉദ്യോഗിക്കുന്ന സൗഖ്യത്ത് അവൻ കയറിയിരുന്നാലും അവിടെ നിന്നെ ആത്മമണ്ഡലത്തിൽ എപ്പോഴും അവനെ സ്തോത്രം ചെയ്യുന്നു. കൊരിന്തിലുള്ള ആത്മമണ്ഡലങ്ങളെ കീഴ്മറിച്ച് നിന്നെ ഉപയോഗിക്കുവാൻ ഇല്ല. കർത്താവ് പുറപ്പെടുവിക്കാൻ പറയുന്നത് അവൻ മറഞ്ഞിരിക്കുന്നത് നീ ഉപയോഗിക്കും. മറച്ചിട്ടിരിക്കുന്ന ആത്മമണ്ഡലങ്ങൾ ഇന്ന് പകലിൽ ഇവരിരിക്കുന്ന അഭിഷേകന്മാരോട് ദൈവസേവകരുടെ പറയാണ്. നിന്നെ മറച്ചിട്ടിരിക്കുന്ന നിന്റെ ശുശ്രൂഷയെ നിന്റെ സഭയെ അവൻ നിന്റെ കൃപാവരങ്ങളെ അവൻ നീ പൊട്ടലോകം കാണാതെ മറച്ചിട്ടിരിക്കുന്ന ആത്മമണ്ഡലങ്ങൾ പരിശുദ്ധിയാക്കാൻ പറയാണ്. ഞാൻ അയക്കാൻ പറയാണ്. ഇതിന്റെ അകത്ത് എന്നോട് ഒന്ന് രണ്ട് പ്രാവശ്യം പരിശുദ്ധിയാകുന്നവരുടെ ദൂരെയാണ്. അത് വിടുതലായിട്ടുള്ള വെളിപ്പാടാൻ പറയുന്നത്. അതിന്റെ അകത്ത് അവനെ നീ ഭയപ്പെടുന്ന അത് നിന്നെ ഭയപ്പെടുത്തുന്ന മരണ ഭയങ്ങൾ നിന്നെ തൊടത്തില്ല. എവിടെയൊക്കെ എന്നെ കേൾക്കുന്നതാണ് ആരെ മരണഭീതിയിരിക്കുന്ന ആളുകളെ നമുക്ക് പരിശുദ്ധിയാകുന്ന പ്രവചിക്കുകയാണ്. നിന്റെ ഭയങ്കര വീടിന്റെ അകത്ത് അവൻ നീ ഒതുങ്ങത്തില്ല. മരണത്തിൽ നിന്ന് തൊടാൻ കഴിയത്തില്ല. അവിടെ പുറപ്പാടിനെ വെളിപ്പെടും. ആർക്കും വെളിപ്പെടാത്ത ഒരാത്മമണ്ഡലം നിന്റെ മേൽ ദൈവം ഇട്ടിട്ടുണ്ട്. അതിന്റെ വിയോഗത്തിന്റെ സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് പേർ ചൊല്ലി നിന്റെ ശിരസിന്റെ മേൽ വിയോഗത്തിന്റെ കൈ കൊണ്ട് പതിക്കും. നിന്നെ പുറപ്പെടുവിക്കുന്ന ആ ദൈവിക ഭൂതങ്ങളെ ഞാൻ പറഞ്ഞത് സാന്നിധ്യം വെളിപ്പെടും. ചില ബ്രാക്കറ്റ് വീടിന്റെ അകത്ത് മറഞ്ഞിരുന്ന് അവൻ സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉപയോഗിക്കപ്പെടുവാനൊക്കെ ആഗ്രഹിച്ചിട്ട് മറഞ്ഞു കൊണ്ടിരുന്നെത്തുന്നു. അവൻ സ്തോത്രം ചെയ്യുന്നു. പിന്നെ 13-ാം അധ്യായം മുതൽ അഭിഷേകത്തിന്റെ അകത്ത് ദൈവം വേർതിരിച്ചതിന്റെ ചരിത്രമാണ്. ഞാനൊരു ഭൂതമായിട്ട് എനിക്കത് ഇതിന്റെ അകത്ത് കയറി പിടിക്കാൻ പറ്റിയ ആൾക്കാരില്ല. പിടിക്കുന്നത് പിടിക്കണം കേട്ടോ സാർ, കയറി പിടിക്കണം. ഈ 2025 ഇന്നലകളിൽ 13-ാം അധ്യായത്തിന്റെ പുറകിൽ കിടന്ന ചരിത്രത്തിന്റെ അകത്ത് തിളങ്ങി വെളിപ്പെട്ട ചില ആളുകളുണ്ട്. 13-ാം അധ്യായം മുതൽ പൗലോസിന്റെ ശുശ്രൂഷയുടെ ചരിത്രം വെളിപ്പെടുക. ദൈവം ഇനിയും നിന്റെ പേരുകൾ വെളിപ്പെടുത്തി അവൻ കേരളത്തിൽ ഇന്ത്യയുടെ ആത്മമണ്ഡലങ്ങൾ നീ ഇന്നലെ ഉപയോഗിക്കപ്പെട്ടാലെ പോലെ ആ ലിസ്റ്റിന്റെ അകത്തേക്ക് പട്ടണങ്ങളിൽ നീ കാണും. നീ ആ ശുശ്രൂഷയ്ക്കകത്ത് കാണും. ആത്മമണ്ഡലങ്ങൾ ഇന്ത്യയുടെ പട്ടണങ്ങളിൽ ഇന്ന് ആത്മമണ്ഡലങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യക്തികളെ പോലെ അവരെ നിന്റെ ശുശ്രൂഷ നിന്റെ ദൈവാത്മാവ് ജാലാദീനികൾക്ക് ശബ്ദം ദൂരാഭാഷ ഇതിന്റെ അകത്ത് രണ്ടും കൊണ്ടിരിക്കുന്നു. ഒന്ന് കർത്താവെ എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെന്തോണ്ട് കർത്താവെ എന്നെ ഒന്ന് ഉപയോഗിക്കരുത്. ഞാനൊരു വിഷാദിയായ രംഗയിൽ ജീവിച്ചു പോകുന്നു പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ചിലരുടെ കർത്താവ് എന്നോട് പറഞ്ഞു പറയണം. എന്നോട് ആരോട്
എന്റെ സ്പിരിച്വൽ മൃഗങ്ങളെ പറ്റി, അടുത്ത നിയോഗങ്ങളെ പറ്റി പറയണം. കർത്താവ് എന്നോട് ഒന്നും പറയരുത്, എനിക്ക് വൈകി, ഞാൻ പോകാൻ വലിയ പാടാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യുന്ന കാര്യം നടക്കും. ഇന്ന് പകലിൽ ചില മൂടുപടങ്ങൾ പൊടിയട്ടെ. അവൻ അടുത്ത ചരിത്രങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം മുതൽ അവൻ കിടന്ന ചരിത്രങ്ങളുടെ പകർച്ചയ്ക്ക് അവൻ 13-ാം അധ്യായം മുതൽ ചില 2 പേരുടെ പേരുകൾ അവർ പരിശുദ്ധമായി വെളിപ്പെടുത്തുകയാണ്. എവിടെ അവർ പ്രായത്തിന്റെ വീടിന്റെ അകത്ത് മറഞ്ഞു കിടന്നത് പരിശുദ്ധമാവിന്റെ നിയമം വെളിപ്പെട്ടപ്പോൾ അവൻ 14, 15, 16, 17, 18 അധ്യായങ്ങൾ മുഴുവൻ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്ത ശുശ്രൂഷകൾ അവൻ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ലൂക്കോസ് വെളിപ്പെടുത്തിയതുപോലെ ഇനിയും ഇന്ത്യയുടെ അവൻ കേരളത്തിന്റെ അടുത്ത റിവൈവൽ, അടുത്ത ചർച്ച് ഗ്രോത്തിന്റെ അടുത്ത റിവൈവൽ മൂവ്മെന്റുകളുടെ അവനെ പേരിനകത്ത് ആ ശുശ്രൂഷകളെ അവൻ ലീഡർഷിപ്പിനകത്ത് ദൈവാത്മാവ് നിന്നെ നിർത്താൻ പോവുകയാണ്. പൗലോസേ, നിന്റെ ബ്രാക്കറ്റ് വീട് പൊട്ടിയോ? ഇനി നീ കൊരുന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തലയെ കുറിച്ച് പറയില്ല. ഇനി എപ്പോഴും തുറക്കാൻ വേണ്ടിയിട്ട് നീ പ്രത്യേകിച്ച് തലയെ കുറിച്ച് മാറിയണ്ട. നിന്റെ ബ്രാക്കറ്റ് വീട് കഴിയുമ്പോൾ അമ്മ നിന്റെ മുമ്പിൽ തുറക്കേണ്ട പട്ടണങ്ങളും രാജ്യങ്ങളും